അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഗായ്സ് എനിക്കൊരു ഐഡിയ വന്നു ഗായ്സ്. സക്സസ് ആവുമോയെന്ന് എനിക്കറിയില്ല. ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൂച്ചയുണ്ടല്ലോ, നമ്മുടെ ഫാമിലി മെമ്പറിൽ പുതിയതായിട്ട് വന്ന പൂച്ചയുണ്ടല്ലോ, അപ്പോൾ ആ പൂച്ചക്കൊരു ചലഞ്ച് കൊടുക്കാന്നുള്ള ഒരു ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് കിട്ടി, ഒരു ചലഞ്ച് കൊടുത്താലോ എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചലഞ്ചാണ് കൊടുക്കണേന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയാലോ. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ നമ്മുടെ പൂച്ച ആദ്യം കാണിച്ചു തരാം. നമ്മുടെ പൂച്ച എന്താ പറയുക, നമ്മുടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായി, വായിക്കാൻ വെച്ച ന്യൂസ് പേപ്പർ ഉണ്ട് ഗൈസ്, എനിക്ക് വായിക്കാൻ വെച്ച അതിൽ കയറി കിടക്കുകയാണ് ഗൈസ്. ഞാൻ നിങ്ങളെപ്പോൾ കാണിച്ചു തരാം ഗൈസ്. കണ്ടില്ലേ ഗൈസ്, മൊത്തം അതെ ഗൈസ്. ഇവൻ എന്നെ മുത്താണ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ അവനക്കാണ് അവനല്ല ഇവൾ എന്ന് വെച്ചാൽ കുറച്ച് പെണ്ണാട്ടോ ഗൈസ്. അപ്പം നമ്മൾ അവൾക്ക് ഒരു ചലഞ്ച് നമ്മൾ കൊടുക്കാൻ പോവാണ്. സക്സസ് ആവുമോ എന്ന് എനിക്ക് ഒരു പിടിയില്ല ഗൈസ്. അപ്പം പിന്നെ അവൻ ഞാൻ പേരിട്ടേക്കണത് ലില്ലി എന്നാണ് കേട്ടോ. ലില്ലി ജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സമ്മാനം കൊടുക്കണം നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. വാ, വേറെ സ്ഥലമെത്തി. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോണത് കാണിച്ചിട്ടേ, ഈ ഒരു കൊയിനും ഈ 2 കൊയിനും ഈ ഒരു പൂച്ചക്കുട്ടിയാണ് സിംഹക്കുട്ടിയെന്ന് അറിയില്ല, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജയിച്ച് കഴിയുമ്പോൾ നമ്മുടെ പൂച്ചക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ നിൽക്കണത്. അപ്പം ഞാൻ ഈ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മുടെ പൂച്ചകൾ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ പൂച്ചക്കുട്ടി എന്നെ തപ്പി നടക്കുകയായിരുന്നു ഗൈസ്, എൻ്റെ കുഞ്ഞു വാവ. അപ്പം നമ്മുടെ പൂച്ചക്ക് കൊടുക്കാൻ പോണ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ ഗൈസ്, ഈ ഒരു സൈക്കിൾ കണ്ടോ, ഈ സൈക്കിളിൽ ഇവിടെ നിന്നിട്ട് നേരെ ഇങ്ങനെ പോയി ആ സീറ്റുമ്പോൾ ചാടി അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ സാധനത്തിൽ ചെടി ഇങ്ങനെ അങ്ങ് ചാടി വീഴണം. അതാണ് നമ്മുടെ പൂച്ചക്ക് കൊടുക്കാൻ പോണ ചലഞ്ച്. അപ്പം ഈ ചലഞ്ചിൽ നമ്മുടെ പൂച്ചക്കുട്ടി വിൻ ചെയ്യുമെന്ന് അറിയില്ല ഗൈസ്. ഇപ്പം കണ്ടില്ലേ, ഇവിടെ ഇരിക്കുകയാണ്, അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. പിന്നല്ലേ ഞാനൊരു ചലഞ്ച് ചെയ്യാൻ പോകുന്നു. ഈ ചലഞ്ചിൽ ഞാൻ ജയിക്കണമെന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ട ചാലഞ്ച് വന്നത് കേട്ടോട് പ്രാർത്ഥിക്കണേ ഗൈസ്. നമ്മുടെ പൂച്ച പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണേ. അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ ചലഞ്ചിൽ ജയിക്കോ എന്ന്. അപ്പം നമുക്ക് ചലഞ്ച് തുടങ്ങാം. പറഞ്ഞ സമയം കളയുന്നില്ല. ഒന്ന് ഓക്കെ, ലെറ്റ്സ് ഗോ. വെയിറ്റ്. ഇനി ചലഞ്ച് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യോ. ചേർത്ത് ഞാൻ തുടങ്ങണമല്ല, എന്നാൽ ഞാൻ തുടങ്ങാൻ ചെയ്യണം കേട്ടോ. അപ്പം ഗൈസ് നമ്മുടെ കുട്ടാപ്പി മോനെ എടുക്കുന്നുണ്ട് ഗൈസ്. പാവം ഗൈസ്, ഒന്നും ചെയ്യില്ല ഗൈസ്. അപ്പം കുറച്ച് നേരം ഞാൻ ക്യാമറ ഇവിടെ ഒന്ന് വെക്കുന്നുണ്ട് ഗൈസ്. ക്യാമറ ഓൺ ചെയ്ത് ഗൈസ്. നമ്മളപ്പോൾ നമ്മുടെ പൂച്ച എടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മുടെ ക്യാമറ അപ്പം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പം സ്റ്റാർട്ടിങ് ചെയ്യണ സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെയാണ് ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. അവൻ വരുന്നുണ്ട് ഗൈസ്. യെസ് ഗൈസ്, നമ്മുടെ പൂച്ചക്കുഞ്ഞ് ജയിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ചാടി വരാൻ പാടില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ചാടണം. ഒരു കുഞ്ഞ് ചലഞ്ചാണ് ഞാൻ പറഞ്ഞതിൽ പറ്റിച്ചത്. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടൻ ഇവിടെ ജയിച്ചു ഗൈസ്. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടീന് നമ്മൾ കൈ നീട്ടം കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ പൂച്ചക്കുട്ടി ജയിച്ചു. എനിക്ക് ഒരു പ്രതീക്ഷയില്ല.
അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മുടെ പൂച്ച കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ച ഇവിടെ വിജയിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ പൂച്ചക്ക് നമ്മളൊരു ട്രോഫി ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ചില്ലർ നിങ്ങൾ പിടിച്ചോളൂ. പിന്നെ വേണ്ടേ ഈ സാധനം പിടിച്ചോളൂ. അപ്പം അങ്ങനെ ഗൈസ് നമ്മുടെ പൂച്ച ഇവിടെ ജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പം പിന്നെ പൂച്ച എന്തോ ഡയലോഗ് പറയുന്നുണ്ട്. നമുക്ക് പൂച്ചയുടെ ഡയലോഗ് ഒന്ന് കേട്ട് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എനിക്ക് ജയിക്കാൻ പറ്റി ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ സമ്മാനമൊക്കെ തരാം ഫ്രണ്ട്സ്. അതുകൊണ്ട് എന്നെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പൂച്ചയുടെ ഡയലോഗ് ഇവിടെ തീർന്നു. നമ്മുടെ പൂച്ച എന്താ പറയുക, ഇത് വന്നു ഗൈസ്. നമ്മുടെ പൂച്ച ഡയലോഗ് പറഞ്ഞു. അപ്പം പൂച്ച പറയുന്നറട്ടെ, അത് നിങ്ങൾക്ക് തന്നെ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എനിക്കറിയില്ല ഗൈസ്, ഞാൻ എവിടെയോ പോയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ചലഞ്ച്, അപ്പം നമ്മുടെ പൂച്ചക്ക് അടുത്ത ചലഞ്ച് ഏത് ചലഞ്ചാണ് കൊടുക്കണേന്ന് നിങ്ങൾ കമൻറ്റും ചെയ്യണം. പിന്നെ ലൈക്കും ചെയ്യണം. ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ബെൽ ബട്ടണും അമർത്ത്. ആ ലൈക്ക് ഒന്ന് അടിച്ചേക്ക് കേട്ടോ. ആ ലൈക്ക് ഒന്ന് വൈറ്റ് ആക്കണം. ഓക്കെ, വൈറ്റ് ലൈക്ക് അടിക്കുമ്പോൾ വൈറ്റ് അല്ലേ വേണം. അപ്പോൾ ആ വൈറ്റ് ഒന്ന് ആക്കിയെങ്കിൽ നമുക്ക് ഒരു ഇത് വരില്ല. അപ്പം എല്ലാവരും കമൻ്റ് അയക്കണം. അടുത്തൊരു ചലഞ്ച് നമ്മുടെ ഈ ഡ്രൂസിന് ലില്ലിക്ക് അടുത്തത് ഏത് ചലഞ്ചാണ് കൊടുക്കണമെന്ന് നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.